യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ദൈവകരുണയെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായർ പുതു ഞായറായിട്ട് സഭയിൽ ആഘോഷിക്കുകയാണ്. അന്ന് തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കരുണയുടെ ദിവസമായിട്ട് തിരുനാളായിട്ട് ഇന്ന് കൊണ്ടാടുകയാണ്. നമ്മൾ ദൈവകരുണയെ കുറിച്ചാണ് നമ്മൾ ഈ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ഓരോരുത്തരും ശരണപ്പെടുന്നു, വിശ്വസിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും, ഞങ്ങളുടെ വകയെയും തിരുസഭയെയും സകല പാപികളെയും മാരകപാപത്തിലും ലഘുപാപത്തിലും കഴിയുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരുണയിലേക്ക് പൂർണ്ണമായി ആശ്രയിക്കാനും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലെ ഈശോയെ നീ കരുണ വർഷിക്കണമേ. എൻ്റെ പാപത്തേക്കാൾ അങ്ങയുടെ കരുണയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. എത്ര വലിയ മാരക പാപത്തിൽ കഴിയുന്ന വ്യക്തിക്കും ദൈവത്തിൻ്റെ ആ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിത്യനാശത്തിലേക്ക് വീഴാനായിട്ട് ഇടവരികയില്ലെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ യേശുവേ, അങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും പരിശുദ്ധിയിലും ആശ്രയിക്കാനും വിശ്വസിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ. കാരുണ്യത്തിൻ്റെ കൂദാശയായ കുമ്പസാരവും ദിവ്യകാരുണ്യവും കൂടെ സ്വീകരിക്കുവാനും അങ്ങനെ കാരുണ്യം, ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഞങ്ങൾ ഇട നൽകണമേ. കരുണയെ ജപമാല ചൊല്ലുവാനും കരുണയെ യേശു മരിച്ച 3 മണി സമയം ഉച്ചയ്ക്കായാലും പുലർച്ചെയായാലും ആ 3 മണി സമയത്ത് കരുണയുടെ പ്രാർത്ഥന ചൊല്ലുവാനും വിശുദ്ധ സമയമുണ്ടെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ വഴി നടത്താനും അങ്ങനെ ഈശോയുടെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. 9 ദിവസം കരുണയുടെ നവനാൾ ചൊല്ലി പ്രാർത്ഥിച്ച് ഈ കരുണയുടെ ദിവസത്തിന് വേണ്ടി, തിരുനാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. സിസ്റ്റർ ഫൗസ്റ്റീനയിലൂടെ ദൈവം യേശുവിൻ്റെ രണ്ടാമത്തെ വരവുന്ന സമയത്ത് നീതിമാനായ ദൈവമായിട്ടാണ്, യേശുവായിട്ടാണ് അവിടെ കടന്നു വരുന്നത്. അതിനു മുന്നേ കരുണയുടെ വാതിലൂടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാനായിട്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു അവസരം തരികയാണ്. കരുണയുടെ വാതിലൂടെ കടക്കാനായിട്ട് കടന്നു പോകാൻ ആഗ്രഹമില്ലാത്തവർക്ക് എന്തായാലും നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകുന്നതായി വരുമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുവാനും സ്വന്തം കഴിവുകൊണ്ട് നമുക്കൊരിക്കലും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്ക്, ദൈവം പരിശുദ്ധനാണെന്ന് അനവരതം മാലാഖമാരെ അവിടെ സ്വർഗത്തിൽ അനവരതം പാടുന്ന മാലാഖമാരുടെ വ്രതങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, നിത്യതയിൽ മരണശേഷം നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ പാപികളും ബലഹീനനുമായ നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തിൽ
ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും തരുന്നമേ. ഞാൻ പാപികൾ ഒന്നാമനാന്ന് പൗലോസ്ലിയ പറഞ്ഞത്. നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് പാപബോധം തരുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് പാപം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ പ്രകൃതി തന്നെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ഒരു ചായ്വാണ് മനുഷ്യനിലുള്ളത്. നമ്മൾ എന്തൊക്കെ പുണ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും, അങ്ങനെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്കൊരിക്കലും സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കില്ല ബോധ്യത്തിൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാനും, ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കുവാനും, അങ്ങനെ ദൈവത്തിൻ്റെ ആ കരുണയിൽ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വരികയുള്ളൂ. അങ്ങനെ നമ്മൾ കരുണയുടെ പ്രവാചകരായിട്ട്, സ്നേഹത്തിൻ്റെ പ്രവാചകരായിട്ട് തീരാൻ യേശുവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്നേഹവും കരുണയും കൊണ്ട് ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നേക്കാൾ ദൈവത്തിന് ഇഷ്ടം സ്നേഹപൂർവ്വം ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നത് ഏറ്റുപറയാനായിട്ടുള്ള ഒരു കൃപ, ഈശോയെ സ്നേഹിക്കാനായിട്ട്, ഈശോയെ കരുണയിൽ ആശ്രയിക്കാനായിട്ട്, ആ ഈശോയുടെ സ്വഭാവമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ പോയി ആയിത്തീരുവാനായിട്ട് ഈശോയുടെ സ്വഭാവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ ഓരോരുത്തരിൽ നിമിഷം വളർന്നു വരുവാനും, അങ്ങനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാരുണ്യം ഒഴുകാനായിട്ട്, കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ, നന്മകൾ മറ്റുള്ളവരേക്ക് ഒഴുക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. കരുണ ജപമാലയും പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കാതെ മറ്റുള്ളവരത് കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മോടും കരുണ കാണിക്കുമെന്നുള്ള ബോധ്യത്തിൽ കരുണയുടെ കാരുണ്യവും സ്നേഹവും വലിവുമുള്ള ആ ദൈവത്തിൻ്റെ ആ സ്വഭാവം ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ഒഴുക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരെ നിറയ്ക്കുകയും, അങ്ങനെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും, ദൈവകരുണയെ ആരാധിക്കുവാനും, ദൈവത്തിൻ്റെ ജപമാല ചൊല്ലുവാനും, ആ ഛായാചിത്രം ഞങ്ങളുടെ ദൈവകരുണയുടെ ഛായാചിത്രം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനും, ആ ഛായാചിത്രത്തിന് മുന്നിൽ വന്ന് ദൈവത്തെ ആ കരുണയിൽ ആശ്രയിക്കാൻ, അതൊരു ഭക്തിയായിട്ട് ഒന്ന് കരുണയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഫൗസ്തീനയിലൂടെ ദൈവം നൽകിയ ആ ഒരു കൃപയെ, അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ ഇടനിലക്കാരിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം വഴി കൃപയുടെ ഉറവിടം ദൈവമാണ്. പരിശുദ്ധ കന്യാമറിയം കൃപയുടെ ഇടനിലക്കാരിയായിട്ടാണ് വർത്തിക്കുന്നത്. നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് ഈശോയെ സ്നേഹിക്കുവാനും, ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുവാനും പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഇപ്പോൾ ഇവിടെ സന്നിധനാകണമേ. ഞങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ കരുണയിൽ വിശ്വസിക്കാനും ആശ്രയിക്കുവാനും, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ദൈവകരുണയിലേക്ക്, ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഓരോ വ്യക്തികളെയും മക്കളെയും കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പാപങ്ങളുടെ അവസ്ഥയിലെ മേൽ, നമ്മുടെ ദുശീലങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണ വന്നു നിറഞ്ഞ് നമ്മെ
ദൈവത്തിൻ്റെ സ്വഭാവമുള്ള വ്യക്തികളാക്കി തീർക്കാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാപബോധമാണ് നമുക്ക് ആവശ്യം. നാം പാപിയാന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. ലൂക്ക 18-ാം അധ്യായം 9 മുതൽ വാക്യങ്ങൾ കാണാൻ സാധിക്കും. തങ്ങൾ നീതിമാനെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റൊരാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ ആക്രമികളും നീതിരഹിതരുമായ വിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയല്ല, ഈ ചുങ്കക്കാരനെ പോലെയുമല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സമ്പാദിക്കുന്ന സ്ഥലത്തിൻ്റെ ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് പോയി. ആ ചുങ്കക്കാരനുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ താൻ പാപിയാന്നുള്ളത് ആ ചുങ്കക്കാരൻ അംഗീകരിച്ചു. യോഹന്നാൻ 1 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും: നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മളിൽ സത്യമില്ലെന്ന് വരും. ഇല്ല എന്ന് പറയുന്ന വ്യക്തിയെ ബൈബിൾ പറയുന്നത് ആത്മവഞ്ചന നടത്തുന്നവൻ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:2-1 നമുക്ക് കാണാൻ സാധിക്കും: പാപിയാന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ പിതാവിന്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട്. അത് നീതിമാനായ യേശു ക്രിസ്തുവാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമാണ് യേശു. പൗലോസ് എഴുതിയ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 1 അധ്യായം 15-ാം വാക്യം: യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്നുള്ള പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. മത്തായി 9 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും: യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ചുങ്കക്കാരും പാപികളും അവനോടൊട്ട് ഭക്ഷണത്തിന് ഇരുന്നു. ഫരിസേയൻ ശിഷ്യന്മാരത് ചോദിച്ചു: നിങ്ങളുടെ ഗുരു ചുങ്കക്കാരും പാപികളെയും കൂടെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് യേശു പറഞ്ഞു: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മത്തായി 1 അധ്യായം 21 വാക്യത്തിൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ അവരെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശയ്യാ പ്രവചനം 1 അധ്യായം
18, 19, 20 വാക്യങ്ങൾ കാണും. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ ഞാൻ നിർമ്മലമാക്കി തീർക്കാം. രക്താംബരം പോലെ ചുമന്നതാണെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. അനുസരിക്കാൻ സന്നദ്ധനാണെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം സ്ഥാപിച്ച കരുണയുടെ കൂദാശയാണ് കുമ്പസാരവും പരിശുദ്ധ കുർബാനയും. കരുണയുടെ തിരുനാളിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫൗസ്തീനായ ഡയറിയിൽ പറയുന്നു, ഞാൻ കരുണാമയനാം സ്നേഹവുമാണ്. അനുകമ്പയുടെയും അഗ്നിനാളത്തിൽ എന്നിൽ കത്തിയമരുന്ന ആത്മാക്കളുടെ മേൽ എൻ്റെ കരുണ ചൊരിയാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനോടും നീ എൻ്റെ കരുണയെക്കുറിച്ച് പറയുക. വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നതുവരെ ലോകം സമാധാനം കണ്ടെത്തുകയില്ല. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് കരുണയുടെ രാജാവായി ഞാൻ ഇതാ കടന്നു വന്നിരിക്കുന്നു. നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി കരുണയുടെ ദിവസം ഞാൻ അയക്കുന്നു. പാപം എവിടെയെല്ലാം കുമിഞ്ഞുകൂടുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടും. റോമ 1:8 വാക്യങ്ങൾ കാണാൻ സാധിക്കും. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും എതിരായി ഞാൻ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ അനീതിയുണ്ടോ പാപമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മേച്ചതകളും ദുഷ്ടപ്രവർത്തികളും കൊണ്ട് നീ എന്നെ മലിനമാക്കിയതിനാൽ ഞാൻ നിന്നെ വെട്ടിവീഴ്ത്തും. നിന്നെ വെറുതെ വിടുകയില്ല. നിന്റെ പകർച്ചവ്യാധി കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും. 1/3 ഭാഗം വാളുകൊണ്ട് നശിക്കും. 1/3 ഭാഗം അഗ്നിക്കിരയാകും. ഊരിയ വാളും ആയുധവുമായി ഞാൻ അനുധാവനം ചെയ്യും. എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ക്രോധം പ്രയോഗിച്ചു കഴിയുമ്പോൾ ഞാനാണ് ദൈവമെന്ന് അവർക്ക് ഞാൻ വെളിപ്പെടുത്തും. അധമമായ മേച്ചതകൾ കൊണ്ട് ഇസ്രായേൽ മക്കൾ ദുരിതത്തിൽ പട്ടിണി കൊണ്ടും ദുരിതം കൊണ്ടും വാളുകൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും മരിക്കും. അകലെയുള്ളവരെ പകർച്ചവ്യാധി കൊണ്ടും അടുത്തുള്ളവരെ വാളുകൊണ്ടും മരിക്കും. അവശേഷിക്കുന്നവരെ ക്ഷാമം കൊണ്ട് മരിക്കുകയും ചെയ്യുമെന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. എസെക്കിയേലിന്റെ 7-ാം അധ്യായത്തിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. ആ ഒരു അധ്യായത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എവിടെ പാപമുണ്ടോ അവിടെ ദൈവത്തിന്റെ ക്രോധവും വെളിപ്പെടും. പാപത്തിന് ശിക്ഷ വിധിക്കുന്ന നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇതാ കരുണയുടെ രാജാവായിട്ട് വരുന്നു എന്നാണ് ഫൗസ്തീന ഇത് പറഞ്ഞിരിക്കുന്നത്. പാപികള് ദൈവത്തിന്റെ കരുണയില് അഭയപ്പെട്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് ഈശോ നമ്മോട് പറയുന്നു. റോമ 5:9 നമുക്ക് കാണാൻ സാധിക്കും, ആകയാൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ തീർച്ചയായും പരിശുദ്ധ വിശുദ്ധ ഫൗസ്തീനയ്ക്ക്
വെളിപ്പെടുത്തുന്നു. ഞാൻ ലോകത്തിന്റെ രക്ഷകനെ പ്രദാനം ചെയ്തു. ഇപ്പോൾ നീ ലോകത്തോട് കർത്താവിന്റെ കരുണയെ കുറിച്ച്, അവിടുത്തെ രണ്ടാം വരവിനെ കുറിച്ച്, ലോകത്തെ വരവിനു മുമ്പ് ലോകത്തിന് നീ ഒരുക്കണം. രണ്ടാം വരവിന്റെ സമയത്ത് കരുണാസമ്പന്നനായ രക്ഷയുടെ നാഥനായിട്ടല്ല, നീതിമാനായ വിധിയാളനായിട്ടാണ്. ആ ദിവസം ഭയങ്കരവും ഭയാനകവുമായ ദിവസമാണ്. ഉഗ്രമായ കോപം, ദൈവകോപം. ആ ദിവസം ഓർത്ത് മാലാഖമാർ ഭയന്ന് വിറയ്ക്കുന്നു. ദൈവകരുണയുടെ ഈ സമയത്ത് ആത്മാക്കളോട് പറയുക, അവിടുത്തെ അനന്തകരുണയെ കുറിച്ച് പറയണം. ഇപ്പോൾ നീ മൗനം പാലിച്ചാല് അനേകം ആത്മാക്കൾക്ക് നീ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഫൗസ്തീനോട് പരിശുദ്ധ കന്യാമറിയം പറയുകയാണ്. 1938 ഒക്ടോബറിലാണ് ഫൗസ്തീന മരിക്കുന്നത്. 33-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. കരുണയുടെ മനുഷ്യന്റെ കുലത്തിന്റെ രക്ഷിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കരുണയുടെ വാളെടുക്കാനാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും നീതിയുടെ വാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കരുണയുടെ ആ ഒരു ദിവസത്തിലേക്ക്, നീതിയ ദിവസത്തിന് മുന്നോടിയായിട്ട് കരുണയുടെ ആ ഒരു ഇതിലൂടെ കടന്നു പോകാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. എന്റെ കരുണയെ ആരാധിക്കുന്ന വ്യക്തികൾ, അവർ നിത്യമായി ആത്മാക്കൾ ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. എന്റെ കരുണയുടെ കവാടം ഞാൻ മലർക്കെ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. കരുണയുടെ വാതിലൂടെ കടക്കാനായിട്ട് മടിയുള്ളവര് ശിക്ഷാവിധിയുടെ, ന്യായവിധിയുടെ വാതിലൂടെ കടന്നു പോകേണ്ടതായി വരും. എത്ര കുടുംബാഭിയായ വ്യക്തിയാണെങ്കിൽ പോലും, അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും കരുണയുടെ കവാടം മലർക്കെ ഇന്ന് ദൈവം തുറന്ന് ഇട്ടിരിക്കുകയാണ് നമ്മുടെ മുന്നില്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമ്മളെ കരുണയെ ആരാധിക്കണം. ദൈവം കാരുണ്യവാനാണ് എന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. രണ്ടാമത്, നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലുക. 3, കുരിശിന്റെ വഴിയും ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ കരുണയുടെ ഛായാചിത്രം എല്ലാ വീടുകളിലും നമ്മൾ സ്ഥാപിക്കാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന വഴിയായി എൻ്റെ കരുണയെ ഞാൻ നൽകുന്നു. സകല മനുഷ്യരും യേശുവിൻ്റെ കരുണയിൽ അഭയം തേടട്ടെ. കുടുംബാപാപികളും മാരകപാപികളുടെ നടുവിൽ വീഴ്ചകളിലേക്ക് മാരപാപങ്ങളുടെ അവസ്ഥയിലുള്ള ഓരോ പാപികളിലും മാനസാന്തരത്തിന് തിരിച്ചുവരവിനും വേണ്ടി ഈശോ കാത്തിരിക്കുന്നു. ദൈവം കരുണാമയനാണ്. ഓരോ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി നല്ലൊരു അപ്പനായിട്ട് ദൈവം കാത്തിരിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളതാണ് ദൈവം നമ്മോട് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഫൗസ്തീനയ്ക്ക്. പാപിയായ വ്യക്തിയെ ശിക്ഷിക്കാതിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര വലിയ പാപിയാണോ അത്ര വലിയ ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ കരുണയിൽ ആശ്രയിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളതെന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. കരുണയിൽ ആശ്രയിക്കുന്ന ഒരു ആത്മാവും ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്ന് ദൈവം നമുക്ക് വാഗ്ദാനം ഉറപ്പും തരുന്നു. എന്താണ് കരുണയുടെ ഛായാചിത്രത്തിന്റെ പ്രത്യേകതകള്?
മരണത്തിന് മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണ്. നിത്യപുരോഹിതനായ യേശുവിന്റെ ചിത്രമാണ് കരുണയുടെ ഛായാചിത്രത്തിലുള്ളത്. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് അവിടത്തേക്ക് നമ്മുടെ മേൽ കരുണ കാണിക്കാനായിട്ട് പറ്റും. കരുണയുടെ കുമ്പസാരം സ്ഥാപിച്ച കർത്താവിനെയാണ് കരുണയുടെ ഛായാചിത്രത്തിൽ കാണുന്നത്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ വിശ്വാസത്തിൽ ആ വ്യക്തിക്ക് ലഭിക്കാനായിട്ട് ദൈവം നൽകും. ആ ചിത്രത്തിലെ വെള്ളരശ്മികള് തിരുമുറിവിനെയാണ്, നിന്ന് ഒഴുകിയിറങ്ങിയ ജലത്തെയും ചുവന്ന രശ്മികള് യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥന. ഈശോയുടെ കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ കരുണയുടെ കൂതാശകളാണ് കുമ്പസാരവും വിശുദ്ധ കുർബാനയും മാമോദീസ എന്നീ കൂതാശകള്. ഈ രശ്മികള് നമ്മെ സൂചിപ്പിക്കുന്നു. ഈ ഛായാചിത്രം എങ്ങനെ വണങ്ങണം എന്ന് ഫൗസ്റ്റീനയ്ക്ക് യേശു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഛായാചിത്രം വണങ്ങുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോകുകയില്ല. അതൊരു യേശുവിന്റെ ഒരു വാഗ്ദാനമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഫൗസ്റ്റീനയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചത്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയിൽ അത് പ്രഖ്യാപിച്ചു. ഈ ചിത്രം വണങ്ങുന്ന ഒരാളുടെ ആത്മാവും ഒരു നാൾ നശിച്ചു പോകുകയില്ല. ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ആ വ്യക്തിയുടെ ഈശോയുടെ വലിയ സംരക്ഷണം ആ വ്യക്തിയിൽ ലഭിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. ഈ ചിത്രത്തിലൂടെ അനേകം കൃപകള് മനുഷ്യ വ്യക്തികൾ ആത്മാവിലേക്ക് ഒഴുകും. ദൈവകരുണയുടെ ചിത്രം വണങ്ങുന്ന എല്ലാ ഭവനങ്ങളെയും പട്ടണങ്ങളെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവം ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പ്രാർത്ഥനയാണ് 3 മണി സമയത്തുള്ള യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഒരു പ്രാർത്ഥന. ഉച്ചയ്ക്ക് 3 മണി സമയം, വെളുപ്പിനെ 3 മണി സമയത്തും ആ സമയത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്. കഠിന വേദനയുടെ ആധിക്യത്തിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച ആ സമയമാണ് 3 മണി. ലോകത്തിൽ കരുണ സമ്പാദിക്കാനുള്ള മണിക്കൂറാണ് അത്. എൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയിൽ ആ സമയത്ത് 3 മണിക്ക് എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ഞാൻ നിഷേധിക്കുകയില്ല. ക്ലോക്കിൽ 3 മണി അടിക്കുന്ന എന്ന് കേൾക്കുമ്പോൾ നീ എന്നെ ആരാധിക്കുകയും പൂഴ്ത്തിക്കൊണ്ട് എന്നിൽ പൂർണ്ണമായി മുഴുകി ലോകം മുഴുവനുള്ള കഠിന പാപികൾക്ക് വേണ്ടി കരുണയാചിക്കുകയും ചെയ്യണമെന്ന് ഫൗസ്റ്റീനയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ 3 മണി സമയത്താണ് ഈ നിമിഷമാണ് കരുണ ഒഴുകുന്നത്. ഈ മിനിറ്റിൽ നിന്ന് മറ്റുള്ളവർക്കെല്ലാം, ഈ മിനിറ്റിൽ നിനക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കും. നീതിയുടെ മേൽ കരുണയുടെ വിജയം ലഭിച്ച സമയമാണത്. കരുണയുടെ പ്രാർത്ഥന ചൊല്ലാനും മറ്റുള്ളവർക്ക് വേണ്ടി കരുണ യാചിക്കാനും ഈ സമയത്ത് നമുക്ക് സമയം കണ്ടെത്താം. സമയമുണ്ടെങ്കിൽ കുരിശിൻ്റെ വഴി നടത്താനായിട്ട്, അതിനും സാധിക്കുന്നില്ലെങ്കിൽ ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുറച്ച് സമയം ഇരിക്കാനായിട്ട്, അതും സാധിക്കുന്നില്ലാത്ത സമയമാണെങ്കിൽ നീ എവിടെയായിരുന്നോ അവിടെ ദൈവകരുണയെ ആരാധിക്കണമെന്ന് ഫൗസ്റ്റീനയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നെ പരിപൂർണ കുമ്പസാരം നടത്താനും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവകരുണയെ നൊവേന ചൊല്ലുവാനും, ദൈവകരുണയെ നൊവേന അറിയാത്ത ഒരു ദൈവകരുണയുടെ ജപമാല കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലിക്കൊണ്ട് ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളിലും ശിക്ഷകളിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുമെന്ന് യേശു നമുക്ക് ഉറപ്പ് നൽകുന്നു. സുഭാഷിതന്റെ പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായും നിനക്ക് ഒരു
നിന്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം നേരുകയില്ലെന്ന് ആ വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ക്രിസ്തുവിനെ അടുക്കുന്ന ആ നൊവേന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അഗാധമായ ഒരു ധാരണ നമുക്ക് ലഭിക്കണം. യേശു 3 കാര്യങ്ങളാണ് ഫൗസ്റ്റീനയെ പഠിപ്പിച്ചത്. ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം പരിശുദ്ധനാണ്. 2, ദൈവം നീതിമാനാണ്. 3, ദൈവം കരുണാമയനാണ്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ബൈബിളിലെ വചനങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധി നിറഞ്ഞതാണ്. യേശയ്യാ ആദ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ഭൂമിയിൽ നിറഞ്ഞു നിന്ന് സെറാഫുകൾ ചുറ്റും നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറിച്ചിരുന്നു. 2 എണ്ണം പറക്കാനുള്ളതായിരുന്നു. അവർ ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളിലെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സെറാഫുകളാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ദൈവം പരമപരിശുദ്ധിയുടെ പൂർണ്ണതയാണ് ദൈവം. പരിശുദ്ധനായ ദൈവത്തിനടുക്കലേക്ക് മനുഷ്യൻ സ്വഭാവമായ ശക്തി കൊണ്ട് ചെല്ലാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ദൈവം പശ്ചാത്താപമില്ലാത്ത ഒരു ന്യായാധിപനാണ്. റോമ 2:6, 2-ാം അധ്യായം 6 മുതൽ വാക്കുകൾ കാണാൻ സാധിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ചുള്ള പ്രവൃത്തിയുടെ സ്ഥിരതയിൽ നിലനിർത്താൻ മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും നന്മയും ആദ്യം യഹൂദനും ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്നാൽ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. ദൈവത്തിൻ്റെ കരുണ യേശുവിലൂടെയാണ് വെളിവാക്കപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പാപിയാതെ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അർഹനായ വ്യക്തികളാണ്. നമ്മൾ ഓരോരുത്തരും മരണത്തിന് അവകാശികളായ വ്യക്തികളാണ്. അനന്തരം നമ്മളുടെ പ്രവർത്തികൾ മരണത്തിന് അർഹതയുള്ള നന്മയേക്കാൾ അനീതിയാണ് നമ്മളിൽ ഉള്ളത് എന്ന് നമ്മെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താനായി സാധിക്കും. ക്രോധത്തിൻ്റെ അടിയിലാണ് മനുഷ്യൻ്റെ ഓരോരുത്തരുടെ അവസ്ഥ. ഒന്ന് തിമോത്തിയോസ് 2:1 നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ രക്ഷപ്പെടാൻ ദൈവം നമ്മോട് കാണിച്ചത് കരുണയാണ്. യേശുവിനെ തന്നു എന്നതാണ് ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. റോമ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാനുള്ള പ്രത്യാശയിൽ നമുക്ക് കാത്തിരിക്കാം. മാത്രമല്ല, കഷ്ടതകളിലൂടെ
കഷ്ടത സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ സ്നേഹം നമ്മളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു. നമ്മളിലേക്ക് യേശുവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെയാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചത്? നാം ബലഹീനരായിരിക്കെ തക്ക സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടിപ്പിച്ചു. അങ്ങനെ നമ്മോടുള്ള കരുണ ദൈവം പ്രകടമാക്കി. അവൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടു. അവൻ മൂലം ക്രോധത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നാം ശത്രുക്കളായിരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. പാപങ്ങൾ മോചിക്കപ്പെട്ടാൽ മാത്രമാണ് നീതിമാനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. ദൈവകരുണയെ മുറുകെ പിടിക്കുക. ദൈവകരുണ ആണ് യേശു. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന വിശുദ്ധയ്ക്ക് 1673 മിൻഡാമത്തിലെ ഒരു കോൺവെന്റിൽ കഴിഞ്ഞിരുന്ന ഒരു സിസ്റ്ററിലൂടെയാണ് തിരുഹൃദയ ഭക്തി നമ്മളുടെ പ്രചരിക്കാനായിട്ട് ഇടയായത്. തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അഗാധമായ സ്നേഹത്തിലും ഒരു വലിയ ഒഴുക്ക് ലോകത്തോട് പറയുക, ഞാൻ സ്നേഹവുമാണ്, കരുണയാണ്, എന്നെ നീ ദൈവത്തിൽ ശരണപ്പെടുക. അങ്ങനെ 17-ാം നൂറ്റാണ്ടിലെ തിരുഹൃദയ ഭക്തി സഭയിൽ കൊണ്ടുവരാനായിട്ട് ആ വിശുദ്ധയെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു. പതിനെട്ടാം നൂറ്റാണ്ടായപ്പോൾ ദൈവം വേറൊരു വ്യക്തിയെ വിശുദ്ധയെ ദൈവകരുണയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഒരു വിശുദ്ധനെ തിരഞ്ഞെടുത്തു. ആ വിശുദ്ധന്റെ പേരാണ് അൽഫോൺസ് ലിഗോരി. കഠിനമായ പ്രാശ്ചിത്ത പ്രവർത്തികൾ വഴി മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതി ഒത്തിരി വ്യാപിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ 1696 ഇറ്റലിയിലെ അൽഫോൺസ് ലിഗോരി അദ്ദേഹത്തിന് പണ്ഡിതനായിരുന്നെങ്കിലും സെമിനാരികളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ദൈവകരുണയോടുള്ള ആ വിശ്വാസം, ദൈവം പാപികളെ കാത്തിരിക്കുന്നു, അനുതാപം പൂർണ്ണമല്ല എന്ന് പറഞ്ഞ് അന്ന് കാലഘട്ടത്തിലൊക്കെ അനുതാപം പൂർണ്ണമല്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന വ്യക്തികളെ പല പുരോഹിതരും തിരിച്ചുവിടുന്ന ഒരവസ്ഥയൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ വർഷത്തിൽ ഒന്ന് മാത്രമേ അവര് വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നുള്ളൂ. നമ്മൾ പാപികളാണ്, അതുകൊണ്ട് എന്നുള്ള ചിന്തയാണ് അന്ന് ആ കാലഘട്ടത്തിലെ വ്യക്തികൾക്കുണ്ടായിരുന്നത്. പാപികളായ വ്യക്തികൾക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു പാപബോധത്തിൽ അന്നത്തെ ജനതകൾ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ അവര് വിശുദ്ധ കുർബാനയിൽ നിന്നും കുമ്പസാരത്തിൽ നിന്നും അവരകന്നു. പാപികളെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങൾക്ക് രക്ഷയുണ്ടെന്നും കരുണ നിറഞ്ഞവനാണ് ദൈവമെന്നും 19-ാം നൂറ്റാണ്ടിലെ അവസാന നൂറ്റാണ്ടില് അങ്ങനെ പ്രചരിക്കാനായിട്ട് ഇട വന്നു. അങ്ങനെ ആധുനിക വേറൊരു വിശുദ്ധയെ കൂടി ദൈവം പ്രദാനം ചെയ്തു. ആധുനിക യുഗത്തിലെ
വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പരിത്രാപ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കൊച്ചു ത്രേസ്യ ചെറുപ്പത്തിലെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ സ്വീകരിക്കുന്ന സമയത്തൊക്കെ 1000 പരിത്യാഗ പ്രവർത്തികൾ ചെയ്തുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കൊച്ചു ത്രേസ്യ ചെറുപ്പത്തിലൊക്കെ പരിശ്രമിച്ചിരുന്നത്. പിന്നീട് ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ദൈവം തൻ്റെ സ്നേഹം ഒഴുക്കി. സ്നേഹത്തിൻ്റെ വഴി ഈശോ പറഞ്ഞു കൊടുത്തു. വലിയ വലിയ പരിത്യാഗ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്നേക്കാളും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നും ഉരുവിട്ടുകൊണ്ടിരുന്നാൽ തന്നെ ഈശോയുടെ സ്നേഹത്തിലേക്ക് പരിശുദ്ധിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കൊച്ചു ത്രേസ്യയ്ക്ക് അങ്ങനെ സ്നേഹത്തിൻ്റെ കുരുക്ക് വഴി ഈശോ പറഞ്ഞു കൊടുത്തു. സ്നേഹത്തിൻ്റെ ഒരു ചെറിയ പ്രവൃത്തി വഴിയും ഈശോയെ സ്നേഹിക്കാനായിട്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആ പരിശുദ്ധിയിലേക്ക്, ദൈവത്തിലെ സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് കൊച്ചു ത്രേസ്യയെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പിന്നെ 4-ാമതായിട്ട് ഫൗസ്റ്റീനയെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിനുള്ള ആ കത്തോലിക്ക സഭയിലുള്ള ആ ഒരു മറുപടിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രവൃത്തി കൊണ്ട് മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നുള്ള, കഠിനമായ പരിത്യാഗ പ്രവൃത്തി കൊണ്ടും മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ രക്ഷയിലേക്കുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള, സ്നേഹത്തിലേക്കുള്ള, കരുണയിലേക്കുള്ള ശരണപ്പെടൽ വഴി ഈശോയിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് ഈ കൊച്ചു കന്യാസ്ത്രീ നമ്മെ പഠിപ്പിച്ചു. ഈ നൂറ്റാണ്ടില് വിശുദ്ധയാണ് ഫൗസ്റ്റീന. 1905 ജനിച്ചത്. 1938 ആണ് മരിച്ചത്. ഈശോ ഫൗസ്റ്റീനയെ തിരഞ്ഞെടുത്തു. അത്രമാത്രം സ്ഥാനത്തിലൂടെയാണ് ഫൗസ്റ്റീനയുടെ ജീവിതം മുഴുവനും കടന്നുപോയത്. ദൈവത്തിൻ്റെ കരുണ വളരെ പ്രധാനപ്പെട്ടതാണ്. പാപത്തേക്കാൾ എന്നെ വേദനിപ്പിച്ചത് നിങ്ങൾ എന്നിൽ ശരണപ്പെടാത്തതെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവത്തിലുള്ള സ്നേഹത്തിലെ കരുണയിലെ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് പാപത്തേക്കാൾ ദൈവത്തിനെ നമ്മെ വേദനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നീ എന്നെ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുക. പാപം ഒരു ചെറിയൊരു കുറ്റിച്ചെടിയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ മേൽ നിൽക്കുന്ന ഒരു മലയാണ്. എൻ്റെ പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിമേ നിന്റെ കരുണ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇതുവഴി പാപത്തിന് നമ്മളെ നിസ്സാരമാക്കുകയല്ല ചെയ്യുന്നത്. യേശു നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ടുണ്ട്. കാൽവരിയിൽ രക്തം ചിന്തി ശരീരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്നുള്ള ബോധ്യത്തില് കുമ്പസാരം വഴി പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന കൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 1938 ഫൗസ്റ്റീന മരിച്ചത്. അവരുടെ ആത്മീയ പിതാവ് പോളണ്ട് മുഴുവനും ആ സന്ദേശം എത്തിക്കാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ 1958 ഫൗസ്റ്റീനയുടെ ഈ കരുണയുടെ ഈ ഡയറിയെല്ലാം സഭ തന്നെ നിരോധിച്ചു. ജോൺ പോൾ 23 മാർപ്പാപ്പയാണ് പോളണ്ടിലെ ഒരു മെത്രാനായിട്ട്
അങ്ങനെ സൂനദോസ് വഴിയിട്ട് ഫൗസീനയെ വിശുദ്ധനാക്കി നാമകരണം ചെയ്യാനായിട്ട് ആയിരക്കണക്കിന് നിവേദനങ്ങൾ പോളണ്ടിൽ നിന്ന് അങ്ങനെ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നാൽ ഫൗസീനയുടെ ആരാധനകൾ യേശു വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സഭയിൽ വിലക്കായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് എങ്ങനെയാണ് ഫൗസീനയെ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കാനായി സാധിക്കുകയെന്ന് അവർ ആവശ്യപ്പെട്ടു. അവർ ചോദിച്ചു. 1965 ആർച്ച് ബിഷപ്പ് ആയി നാമകരണ നടപടി ആരംഭിച്ചു. ഫൗസീനയുടെ തുടക്കം കുറിച്ച് അങ്ങനെ സഭയിലുള്ള ആ ഒരു ദൈവകരുണയുടെ അതിനുള്ള വിലക്ക് മാറിക്കിട്ടി. അങ്ങനെ സഭയുടെ ഏറ്റവും വലിയ ഒരു മാർപ്പാപ്പയായിട്ട് ആ കാലഘട്ടത്തിലെ 6 മാസത്തിനുള്ളിൽ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോളണ്ടിൻ്റെ ആ ഒരു ആർച്ച് ബിഷപ്പിനെ മാർപ്പാപ്പയായി ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ മാർപ്പാപ്പ വഴി തന്നെ ലോകം മുഴുവനും പ്രചരിക്കപ്പെടാനായിട്ട് പോളണ്ടിലെ ആർച്ച് ബിഷപ്പായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ദൈവം മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. 1980 ചാക്രി ലേഖനം വഴി മാർപ്പാപ്പ റിച്ച് ഇൻ മേഴ്സി എന്ന ചാക്രി ലേഖനത്തിലൂടെ ദൈവകരുണയുടെ സവിശേഷവും സ്നേഹത്തിനും ദൈവ സ്നേഹത്തിൻ്റെ ഒരു ഫ്രൂട്ടാണ് ദൈവകരുണ എന്ന് അറിയപ്പെടുന്നു. 1939 1993 ഫൗസീനയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 ദൈവകരുണയുടെ തിരുനാളിന് തലേ ദിവസമാണ് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത്. മരിക്കുന്നതിന് മുന്നേ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ തിരുനാളിൻ്റെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ തലേ ദിവസമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചത്. കരുണയിലേക്ക് തിരിച്ചു വരാനായിട്ട് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവകരുണ മാനവരാശിയുടെ അവസാനത്തെ അഭയമാണെന്ന് ദൈവം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ കരുണയിലൂടെ നമുക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങൾ ആശ്രയിക്കുന്നു, കരുണയിൽ ആശ്രയിക്കുന്നു. യേശുവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഛായാചിത്രം കുടുംബങ്ങൾ വെച്ച് വണങ്ങുകയും യേശുവെ, ഞാനൊരു പാപിയാണ്, ഞാൻ അയോഗ്യനാണ്, യേശുവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കരുണയുടെ കൂടാതെ സ്വീകരിക്കാനും കുമ്പസാരവും വിശുദ്ധ കുർബാനയും സ്വീകരിക്കാനും വിശുദ്ധ കുർബാന കൂടെ സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ ഛായാചിത്രം വണങ്ങുവാനും കരുണയുടെ പ്രാർത്ഥന ചൊല്ലുവാനും കരുണയുടെ സങ്കീർത്തനങ്ങൾ ചൊല്ലുവാനും കുരിശിൻ്റെ വഴി നടത്തുക, കരുണയുടെ 3 മണിയും പ്രാർത്ഥന ചെയ്യുക. ഇതെല്ലാം ഈശോ നമുക്ക് തന്ന ദൈവ കരുണയുടെ ഭക്താഭ്യാസങ്ങളാണ്. ആയിരത്തി 1950 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, നോഹയുടെ കാലഘട്ടത്തിലേക്കാൾ 100 ഇരട്ടി പാപം ലോകത്തിൽ അന്ന് പെരുകിയെന്ന്.
എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിച്ചു പോകണമെന്ന് രണ്ടാം മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. നമ്മൾ ഓരോരുത്തരെയും പുണ്യങ്ങളിലല്ല, യേശുവിൻ്റെ കരുണയിലാണ് ഞാൻ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ കരുണയിൽ അത് ശരണപ്പെടുന്ന ഏറ്റവും വലിയ പാപി പോലും നിത്യതയിൽ എത്തിച്ചേരുമെന്ന് ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള മനോഭാവത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ എന്ന്. ദൈവത്തിൻ്റെ കരുണ പല ഭാവങ്ങളിൽ നമുക്ക് പല രീതികളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവകരുണ കാത്തിരിക്കുന്ന നമ്മൾ ധ്യാനിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് ഉരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലൂക്കാ 15-ാം അധ്യായത്തിൽ നമുക്ക് പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണയെ കുറിച്ച് ഈശോ അവിടെ ഉപമകളിലൂടെ പറയുന്നുണ്ട്. കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, കാണാതായ ധൂർത്തപുത്രൻ്റെ ഉപമ. കാണാതായ ആടിനെ നഷ്ടപ്പെട്ടത് ആലയ്ക്ക് വെളിയിലാണ്. നാണയം നഷ്ടപ്പെട്ടത് വീടിൻ്റെ അകത്താണ്. മൂന്നാമത്തെ കാണാതായ മക്കളുടെ ഉപമയാണ്. ആ മകനെ നഷ്ടപ്പെട്ടത്, ധൂർത്തപുത്രനെ നഷ്ടപ്പെട്ടത് വീടിൻ്റെ പുറത്താണ്. ഒരു മൂത്ത പുത്രൻ വീടിൻ്റെ അകത്തുണ്ട്, പക്ഷെ അവനും അപ്പനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പുത്രനാണ്. അവനും അപ്പനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട പുത്രൻ തന്നെയാണ്. ദൈവം നമ്മൾ എടുക്കുന്ന നിലപാടാണ് ദൈവത്തിൻ്റെ കരുണ. എവിടെയോ ഒരു മുൾപ്പടപ്പിൽ അകപ്പെട്ടിരിക്കുന്ന ആടിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാനായി സാധിക്കുക. ഒന്ന് കരയാൻ പോലും, ശരണപ്പെടാൻ പോലും സാധിക്കാതെ ബന്ധനസ്ഥനായി ഇരിക്കുന്ന ആ ആടിനെ ദൈവം തന്നെ എടുത്ത് കരുതയോടെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. എല്ലാം നശിച്ചു, നമ്മെ സഹായിക്കാനായിട്ട് ആരുമില്ല, ഒരു നന്മയും ഇനി അവശേഷിക്കാനില്ല എന്ന് പറഞ്ഞ് എല്ലാം നിരാശയിലാക്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഈശോ ദൈവത്തിൻ്റെ കരുണയിൽ തിരിച്ചു വരവ് കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ പാപബന്ധനത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല. സ്വന്തം പരിശ്രമം സാധിക്കുന്നില്ല. അങ്ങനെ ഉള്ള വ്യക്തികളെല്ലാം ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടാനും ധൂർത്തപുത്രനെ പോലെ കാത്തിരിക്കുന്ന ഒരു കരുണയുള്ള ഒരു പിതാവ് ആയ ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആ പാപത്തിൽ നിരാശപ്പെട്ട് കിടക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ ഇടപെടുന്നമേ. നിരുവർപ്പും വിലാപത്തോടും കൂടിയും ഉപവാസത്തോടും കൂടെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. നമ്മളിൽ ദൈവകരുണ കാണാൻ സാധിക്കണം. ദൈവകരുണയെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും പല വ്യക്തികളെയും പടിയടിച്ച് പിണ്ടം വെച്ചിട്ടുണ്ട്. ഇനി അവരുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ അവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ലഭിച്ചില്ലെങ്കിലും അവരെ തേടിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ കരുണയെ പൂർവ്വം പെരുമാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ചിലപ്പോൾ നമുക്ക് അവർ പരിഹാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. തേടി ചെല്ലാൻ പറ്റുമോ? അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പടിയടിച്ച് പിണ്ടം വെച്ച് പല വ്യക്തികളെയും അവരെ തേടി ചെല്ലാനായിട്ട് നമ്മൾ കരുണയുള്ള യേശുവിൻ്റെ സ്വഭാവം
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒറ്റപ്പെടലിന്റെയും തെറ്റിദ്ധാരണയുടെയും കനലുകളുമായി ജീവിതങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാതെ, ആശ്വസിപ്പിക്കാനോ ഒരു വാക്കുവാവ് പറയാനോ സാധിക്കാതെ ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന പല ജീവിതങ്ങളെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ പ്രവാചകരായിട്ട് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളെല്ലാവരും വിധിവാചകം ഉച്ചരിക്കാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. നമുക്ക് കരുണാപൂർവ്വം സ്വീകരിക്കാനും കരുണയുടെ അവരെ സ്വീകരിക്കാനും ദൈവത്തിൻ്റെ മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ ആ സ്വഭാവം, കരുണയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തെറ്റിപ്പോയ പാപത്തിൽ നിന്ന് വീണ്ടുപോയി, ദുശ്ശീലങ്ങളിൽ പാപത്തിൽ നിന്ന് വീണ്ടുപോയി പാപബോധവും ഒന്നും നഷ്ടപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ അവരെ കാത്തിരുന്ന് ചേർത്ത് പിടിച്ച് അവരെ അലിവോടെ സ്നേഹിക്കുകയും കരുണയോടെ അവരെ അതിൽ നിന്ന് കരകയറ്റാനായിട്ട് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ആ ഒരു ചിത്രം അവരെ മടക്കി കൊണ്ടുവരാനായിട്ട് ഇറങ്ങുന്ന 99 നീതിമാന്മാരെ വിട്ട് ഒരു പാപിയെ അന്വേഷിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ അന്വേഷിച്ചിറങ്ങുന്ന ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. കരുണ ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട നീതിയോട് പ്രവർത്തിക്കുക, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. പിന്നെ നമ്മളെപ്പോഴും വിനീതരായിട്ട് എളിമയുള്ളവരായിട്ട് വ്യാപരിച്ചാൽ മാത്രമേ ആണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വരികയുള്ളൂ. സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കാനാണ് അറിയപ്പെടുന്നത്. അഹങ്കാരത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷ ഉറപ്പാണെന്ന് തിരുവചന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവകരുണ തടയുന്ന പരിപാടികൾ കരുണയില്ലായ്മ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അറിവില്ലാത്തത്, അജ്ഞത മൂലം ജനം നശിക്കുന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അവിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് ഈശ്വര കരുണയിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികളെ അത് ഒരു ദൈവത്തിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നവർക്ക് മാത്രം ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രതികാരം ചെയ്യുകയും വെറുപ്പ് വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് തടസ്സമായ പ്രവൃത്തികളായിട്ട് അത് തീരും. അയൽക്കാരനത് പകവെച്ച് പുലർത്തുന്നവനെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കരുണ ലഭിക്കാനായിട്ട് സാധിക്കുമെന്ന് ദൈവം കരുണയിൽ നിന്ന് തടസ്സമായി തരുന്നത് വിഗ്രഹാരാധന ദൈവകരുണയ്ക്ക് തടസ്സമായ ഒരു പ്രവൃത്തിയാണ്. ദൈവത്തിനോട് ഭക്തിയുള്ളവരോട് ദൈവം കരുണ ലഭിക്കുമെന്ന് ബൈബിളിൽ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തെ നോക്കിയിരിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരുടെ മേലെ ദൈവത്തിൻ്റെ കരുണ വർഷിക്കുമെന്ന് വചനഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകൽപ്പന പാലിക്കുന്നവരുടെ മേലെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. വരും തലമുറ പോലും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവകരുണയ്ക്കായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ വിളിച്ചപേക്ഷിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭാവത്തോടെ പെരുമാറുന്നവരെയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും എളിമയോടെ വർത്തിക്കുന്നവരും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ദൈവം നമ്മളുടെ മേൽ വർഷിക്കും.
കൃപയുടെ ഉറവിടം ദൈവമാണ്. മറിയം ഇടനിലക്കാരിയാണ്. ദൈവകരുണയുടെ സഹായമാണ് പരിശുദ്ധ അമ്മ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വളരെ വലിയ ശക്തമായ മധ്യസ്ഥമാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായിക്കാനായിട്ട് കരുണയുടെ തിരുനാൾ ദിവസങ്ങളിൽ ദണ്ഡവിമോചനങ്ങൾ ദൈവം 5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തിന് ഇന്ന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവകരുണയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്. 1. കരുണയെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 2. മാരക പാപങ്ങളിലേക്ക് പാപങ്ങളും ചെയ്യാതിരിക്കാനായിട്ട് അവ ഉപേക്ഷിക്കുക. 3. നല്ല കുമ്പസാരം നടത്തുക. 4. ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കുക. 5. പരിശുദ്ധാവിൻ്റെ നല്ല നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കും. ദണ്ഡവിമോചനം നോക്കാനായിട്ട് ഉപകരിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇന്ന് വരെ നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ കരുണയെ തിരുനാളിൻ്റെ അന്ന് നോവേന ചൊല്ലിയും 9 ദിവസം പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് പാപങ്ങൾ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് സഭ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുണ ലഭിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം? ആദ്യം നമ്മൾ കരുണയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ മുന്നിൽ ചോദിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ കരുണയെ കൊണ്ടു ചെല്ലണം. കരുണയുടെ പ്രാർത്ഥന ചെല്ലണം. കരുണയെ സങ്കീർത്തനങ്ങളുണ്ട്, അത് ചൊല്ലുക. കരുണ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകുക. കരുണയുള്ളവരായി നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരെ കരുണ കാണിക്കുകയും അവരെ ദൈവത്തിലേക്ക് ശരണപ്പെടുന്നു. ഈശോയെ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു എന്ന് കൂദാശകളായ കുമ്പസാരവും കൂദാശകളും ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുക. ദിവ്യകാരുണ്യ ഭക്തി അഭ്യസിക്കുക. ദൈവം കരുണാമയനും ആർദ്രഹൃദയനുമാണ്. സ്നേഹമുള്ളവനുമാണ്. ദൈവത്തിലെ സ്നേഹവും കരുണയും ഒന്നിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹവും കരുണയും. സഹിഷ്ണുത, കാരുണ്യവും വിശ്വസ്തതയും ഒരുമിച്ച് പോകുന്നു. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുന്നു. ദൈവകരുണ നമ്മെ ദൈവത്തിൻ്റെ അനുതാപത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നു. മറ്റുള്ള വ്യക്തികളോടും സഹപാഠികളോടും നമ്മളെ പോലെയുള്ള വ്യക്തികളോട് കരുണ കാണിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരുണ നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം ബലിയേക്കാൾ ഇഷ്ടപ്പെടുന്നത് കരുണയാണ്. സ്നേഹം പൂർണ്ണമാകുന്നത് കരുണ വഴിയാണ്. വിശ്വസ്തതയും കാരുണ്യവും ഒരുമിച്ച് ചേരുന്നു. നീതിയും സമാധാനവും ദൈവത്തിൻ്റെ ഓരോ മാർഗങ്ങളാണ്. നീതിയും ന്യായവും കരുതലോടെ ചേർന്ന് പോകുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ കൂടെ പാപത്തിൻ്റെ മോക്ഷമയും കൃപയും സമാധാനവും ദൈവം നമ്മുടെ കരുണയിലൂടെ വർഷിക്കുന്നു. വിനയവും സ്നേഹവും കരുണയുടെ മുഖമുദ്രയാണ്. അലിവ് എന്നുള്ള കരുണാമയനായ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കരുണയുടെ എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു മനോഭാവം അഹങ്കാരമാണ്. മറ്റുള്ളവരുടെ അലിവോടെ പെരുമാറുകയും അഹങ്കാരത്തിന് ആയിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാനായിട്ട് ഒരിക്കലും പറ്റുകയില്ല. പകുതിയിൽ എളിമയുള്ളവരായിട്ട് വർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
ദൈവത്തിന്റെ സന്നിധിയെ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിരന്തരം ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരുണ മേഘങ്ങളോളം ഉന്നതമാണ്. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിക്കും. അവൻ കരുണയാൽ അവരെ ആനന്ദിപ്പിക്കുമെന്ന് പ്രഭാഷകൻ 35:25 നമുക്ക് കാണാൻ സാധിക്കും. വരൾച്ച നാളുകളെ മഴക്കാര് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ നമുക്ക് ആശ്വാസപ്രദമാണ്. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായത്തിലെ 6-1 വാക്യങ്ങൾ കാണാൻ സാധിക്കും. അവൻ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു: അവരെ മുമ്പിലൂടെ കടന്നുപോയ കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖനാണ്. സ്നേഹത്തിലും വിശ്വസ്തതയിൽ അത്യുദാരനാണ്. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ദൈവത്തിന്റെ കരുണയിലെ മുന്നിൽ നമുക്ക് ഓരോരുത്തർക്കും തലകുനിക്കാം. യേശുവെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ശരണപ്പെടുവാനും. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കരുണ സ്രോതസ്സ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നുള്ള ബോധത്തില് കരുണയുടെ ഏറ്റവും വലിയ രൂപം ദൈവത്തിന്റെ കരുണ യേശുവിലൂടെയാണ് വെളിപ്പെടുത്തുന്ന ബോധത്തില് യേശു നമ്മുടെ പാപങ്ങൾ പരിഹാരം കുരിശിൽ പൂർണ്ണമായി ബലിയർപ്പിച്ചുകൊണ്ട് പരിഹാരം ചെയ്തുന്ന ബോധത്തില് ദൈവത്തിന്റെ കരുണയിലെ ആശ്രയിക്കാനായിട്ട്, നമ്മുടെ പാപത്തെകളെയും പുണ്യത്തേക്കളും ദൈവത്തിന്റെ കരുണയിലെ ആശ്രയിക്കാൻ സ്വന്തം പൂർണ്ണത കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ എത്താൻ സാധിക്കുകയില്ല എന്ന ബോധത്തില് ഞാൻ പാപിയായ എന്നിൽ കരുണ തോന്നമേ എന്നുള്ള ബോധത്തില് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും, എത്രയും വലിയ മാരകമായ പാപിയായ വ്യക്തിയാണെങ്കിലും യേശുവിന്റെ കരുണയിലെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചാൽ ആ വ്യക്തി ഒരിക്കലും നിത്യം നശിച്ചു പോകുകയില്ല എന്നുള്ള ആ ബോധത്തില് ദൈവത്തിന്റെ കരുണയിലെ ആശ്രയിക്കാനായിട്ട്, ദൈവത്തിന്റെ കരുണയിൽ ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും മക്കളെയും ജീവിത പങ്കാളിയെ എല്ലാം ഈശോയെ അങ്ങയുടെ കരുണയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെ മേല് അങ്ങയുടെ കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ പാപബോധം നൽകണമേ. പശ്ചാത്താപവും മനസ്സാന്തരവും അനുതാപവും തരണമേ. കരുണയുടെ കൂതാശകൾ കൂടെ സ്വീകരിക്കുവാനും അങ്ങനെയും കരുണ്യത്തില് ഈശോയുടെ കരുണയെ ധ്യാനിക്കുവാനും മറ്റുള്ളവരുടെ കരുണാപൂർവ്വം ജീവിക്കുവാനും മറ്റുള്ളവരെ കരുണയിലേക്ക് ഈശോയിലേക്ക് നയിക്കുന്ന വ്യക്തികളായി തീരുവാനും അങ്ങനെ ഈശോയുടെ സ്നേഹത്തിന്റെ പരിശുദ്ധനും നീതിമാനും കരുണാമയനും മായ ദൈവത്തിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ വ്യക്തികളായിട്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ നന്മയും സ്നേഹവും കരുണയുമുള്ള വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ